അതല്ല തീരുമാനിക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ നിർദ്ദേശം വന്നാൽ പാർട്ടി അങ്ങനെ അല്ലാതെ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളത് ഊഹിച്ചെടുക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ചെയ്തു. മുന്നണി സംസ്ഥാന കമ്മിറ്റി പാർട്ടികൾക്ക് ആദ്യം സീറ്റ് വിഭജനം നടത്തണം. ആ സീറ്റ് എവിടെയാണെന്ന് തീരുമാനിക്കണം. അപ്പൊ പിന്നെ കോൺഗ്രസ് അതിലാരും മത്സരിക്കുന്നു തീരുമാനിക്കണം. ഇത്രയും നടപടിക്രമം. കേരളത്തിന്റെ ഒരു ഭരണ വിഷയം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. അത് തീരുമാനിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും അതിൻ്റെ ഏതൊക്കെ പാർട്ടികൾ എവിടേക്ക് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആധികാരികമായി അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും നീക്കങ്ങളും ആരംഭിക്കാവുന്നതാണ്. നിലവിൽ കോൺഗ്രസിന് സീറ്റുണ്ട്. പുതിയ ചർച്ച നടന്നില്ലല്ലോ അല്ലേ? മുന്നണി ചർച്ച നടന്നില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉന്നതാധികാര സമിതിയുണ്ട്. അത് യോഗം ചേർന്ന് ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര സീറ്റ് വീതം സീറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടേതായ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ്. ഇതിന് ആരംഭകാലം തൊട്ട് ഞങ്ങൾ അവിടെ തന്നെയുണ്ട്. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും വഴിമാറിപ്പോകുന്നതും തിരിച്ചു വരുന്നതിനും അങ്ങനെയുള്ള രാഷ്ട്രീയത്തിലെ അപഭ്രംശം നിറഞ്ഞ ഒരു നിലപാടും കോൺഗ്രസ് ഈ നിമിഷം വരെ സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോൾ നിലവിൽ വന്നോ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്. അത് അഭംഗരം തുടരുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നതോളം കാലം അതുണ്ടാവും. അതല്ലാതെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതൊന്നുമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ പെടുന്നതല്ല. പിന്നെ സ്ഥാനാർത്ഥികൾ സീറ്റ് എത്ര അതൊക്കെ അത് തീരുമാനിക്കേണ്ട സമയത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അറിയിച്ചാൽ അത് അറിയിക്കുന്നതനുസരിച്ച് കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ളതാണ്. അതൊന്നുമല്ല. അതൊക്കെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിച്ചത്. അതിനുശേഷം 2 തവണ കടന്നപ്പള്ളി ജയിച്ചു. ആ 2 തവണ തുടർച്ചയായ വിജയത്തിൽ നിന്ന് കടന്നപ്പള്ളിയെ കണ്ണൂരിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പൊ മറ്റൊരു ചോയ്സിന്റെ ആവശ്യം അവിടെയുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയല്ലേ തീരുമാനിക്കേണ്ടത്. അതെ, അതല്ല നിങ്ങളല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നതും എല്ലാം. ഇങ്ങനെ ഇത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്ത ധാരണയില്ലാത്തതുകൊണ്ടാണ്. കേൾക്ക് അല്ല ഉണ്ടല്ല, അത് എൻ്റെ ആവശ്യമില്ലതിന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് നിൽക്കും. ആ നിൽക്കുമ്പോൾ അവകാശവാദം അതിന് വേണം, ഇത് വേണം, ഇത്ര വേണം, അത് വേണം, ഇങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ചും കോൺഗ്രസ് ചിന്തിച്ചിട്ടുമില്ല. ഇനി ചിന്തിക്കാനും CPM അല്ലേ അത് നേതൃത്വം വഹിക്കുന്ന കക്ഷി. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥിരാബിന്ദു CPM തന്നെയാണല്ലോ. ആ CPM മുന്നിൽ ഏതെങ്കിലും പദവികൾ സംബന്ധിച്ചോ ആവശ്യങ്ങൾ സംബന്ധിച്ചോ
അത് വേണം ഇത് വേണം ഇത് വന്നാലേ ഇങ്ങനെ ഉണ്ടാവും തർക്കം, ഇതൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങളെടുത്തത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറ്റാരേക്കാളും അറിയുന്ന ഒരു കക്ഷിയാണ് CPI. കോൺഗ്രസ് ആര് വിട്ടുകൊടുക്കലും എടുക്കലൊന്നും ഇതിലില്ല. ഇടതുപക്ഷ തീരുമാനിക്കാന്നല്ലാണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കലും എടുക്കലും കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഏത് ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം എന്താണോ ആ തീരുമാനം കോൺഗ്രസിനും ബാധകമാണ്. നിയമസഭയിലെ മുതിർന്ന അംഗമായിട്ടുള്ള കെ ബാബു, കോൺഗ്രസ് തൃപ്പൂണിത്തറയിലെ MLA കൂടിയാണ്. കെ ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, തലമുറ മാറ്റം, അതായത് ഞാൻ ഈ മത്സരത്തിലില്ല, പുതിയ കുട്ടികളൊക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിനോട് എന്താ കെ ബാബു? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹത്തിലുള്ള ചോദിക്കേണ്ടത്. ഏത് പുതിയ കുട്ടികൾ വരുന്ന പൊതു ചർച്ച നടത്തിയിട്ടല്ല, അതിൻ്റെയൊക്കെ കാലിക പ്രാധാന്യവും അവസരവും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉചിതമായ നിലയിൽ കൈകാര്യം ചെയ്യും. അതിലാണ് മുൻകൂട്ടി ഇന്ന കാലം വരെ ഉണ്ട്, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ അയാൾ മാറിയിട്ട് പുതിയ അതൊന്നുമില്ല. അങ്ങനെ വ്യാമോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാക്കി അനാവശ്യമായതൊന്നും ചെയ്യുന്നതല്ല നമ്മുടെ സംവിധാനം. ഏത് കെ ബാബുവിൻ്റെ അഭിപ്രായം ഒരാളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് യോജിപ്പുണ്ടോ യോജിപ്പില്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ ഇവിടുന്ന് ഒരാളുകൾ അഭിപ്രായം പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ? മുതിർന്നല്ല, അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയട്ടെ, അതിന് പ്രതികരണം. അദ്ദേഹത്തിന്റെ പാർട്ടി എപ്പോഴും ഇങ്ങനെ പറയും, പക്ഷെ കൊടുക്കാറില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും യുവാക്കൾക്ക് പ്രാതിനിധ്യം, യുവാക്കൾ വരണമെന്ന് പറയും, പക്ഷെ ഒറ്റയാക്കും കൊടുക്കാറില്ല. അവർ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും അവരുടേത് ഇങ്ങനെ ഇതാക്കാൻ പറ്റും.